ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ CKC ജയിലായതിനു ശേഷം ജ്യോതിർമയി ഇങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗൗതമിൻ്റെ ഓഫീസിലെ ഒരു ചാരൻ എല്ലാം ഒറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഓഫീസിലേക്ക് ചെല്ലേണ്ട സമയത്ത് ഗൗതം ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. അന്ന് ഗൗതം ജയിലിലായിരുന്നപ്പോൾ നീതി ഒരു ടെൻഡർ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യണതും ഭൂമി പൂജയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാതാണ് കേട്ടോ ഇയാൾ കയറി ചെല്ലണത്. എന്നിട്ട് സന്തോഷമൊക്കെ അഭിനയിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെ കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട് കേട്ടോ CKCനകത്താക്കിയതിന്. എന്നിട്ടത് എന്താ ന്യൂസിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയും ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ നോക്കുകയാണ്. ഈ വരുന്ന 16-ാം തീയതി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും, 27-ാം തീയതി ഞങ്ങളുടെ ഭൂമി പൂജ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പണി സ്റ്റാർട്ട് ചെയ്യാനാണ്. മാത്രമല്ല അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര 600 കോടിയാണ് എത്രയോ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ അപ്പോൾ കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇയാൾ പറയും ഇയാൾക്ക് അവിടെ സഹിക്കില്ല കേട്ടോ, CKC ജയിലിലാക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ജ്യോതിർമയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറ് ജയിലിലായതൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ അതെങ്ങനെ ഇപ്പോൾ സഹിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ അതിന് കാരണക്കാരനായ ഗൗതം ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തന്നെയില്ല ആ ടെൻഡറിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യം പറയാൻ കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ നമ്മുടെ ജ്യോതിർമയിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ ജ്യോതിർമയി നിൽക്കണം കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും ജ്യോതിർമയിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുബുദ്ധി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. നിൽക്കുമ്പോഴാണ് നമ്മുടെ ശിവാനിയും പ്രണവും കൂടിയിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്താ ആൻറ്റി ആകെ ടെൻഷനല്ലേ എന്ന് പറയും കേട്ടോ. ഏയ് ടെൻഷനൊന്നുമല്ല, നല്ലൊരു വാർത്ത കേട്ടില്ലേ, ഞാൻ ഇതിന് ടെൻഷൻ അടിക്കണം, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്ന് പറയും കേട്ടോ. എന്താ ആൻറ്റി കേട്ട വാർത്ത എന്ന് പറയും. അപ്പോൾ നമ്മളെ അന്ന് ജയിച്ചിട്ട് അന്ന് നിധി പിടിച്ച ടെൻഡർ ഉണ്ടല്ലോ, അതെ ആ പ്രൊജക്റ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 16-ാം തീയതി അതിൻ്റെ എഗ്രിമെൻറ്റും 27-ാം തീയതി എത്രയാണ്ട് ഭൂമി പൂജ എന്ന് പറയും കേട്ടോ ചിരിച്ചിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രണവൻ ദേഷ്യം വരും. ആൻറ്റി എന്താ കളിയൊക്കെ, ഞങ്ങൾക്കത് കേട്ടിട്ട് വലിയ ചിരിയൊന്നല്ല വരണത്, ഇതാണോ അത്ര വലിയ സന്തോഷ വാർത്ത. അപ്പോൾ ആൻറ്റി പറയും കേട്ടോ, ഇത് സന്തോഷ വാർത്ത തന്നെയാണ്, നമുക്ക് ഇത് വെച്ചിട്ട് അവൻ്റെ അവസാനത്തെ പ്ലാനാക്കി മാറ്റാൻ പറ്റും, നമുക്ക് ഇതോട് കൂടിയിട്ട് അവൻ നശിക്കും, അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ എന്താ ആൻറ്റി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഞാൻ ആദ്യം CKCനെ ഒന്ന് പോയി കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കട്ടെ. നമുക്ക് ഗൗതമിനെ കൊണ്ട് തന്നെ പ്രണവിന് സ്വത്ത് എഴുതി കൊടുക്കണ മാതിരിയുള്ള ഡോക്യുമെൻ്റ് ഈ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ വിജയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CKCനെ കാണാൻ പോവാണ് കേട്ടോ. അവിടുത്തെ ഇപ്പോൾ CKCനെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. എന്നിട്ട് പറയും, ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ, ഭയങ്കര സങ്കടം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല CKC എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ CKC അവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചിട്ട് CKC പറഞ്ഞു, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ഇത് അറിയണ കാരണം അവരെന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, അല്ല എന്താ ഈ ജാമ്യത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയും, ഈ സ്വന്തം ഈ സത്യവാങ്മൂലം പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യത്തിന് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് വക്കീലും പറയണത് എന്ന് പറയും കേട്ടോ. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം അതല്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് CKCക്കാണ് രക്തം തിളച്ച് കയറുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിൻ്റെ മൂല്യം കൂടിയെന്ന് പറഞ്ഞപ്പോൾ CKCക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കണില്ല. എന്നിട്ട് പറയണ്ടേ, ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി വന്ന് രണ്ടിനെയും കുത്തി കൊന്നിട്ട് തിരിച്ച് ജയിലിൽ വന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്നത് തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അപ്പോൾ ജ്യോതിർമയി ഈ ഐഡിയ പറഞ്ഞു കൊടുക്കും, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഐഡിയ വെച്ച് ചെയ്താലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിടിച്ച് മേടിച്ചാൽ പോലും ഇതെങ്ങനെ രജിസ്റ്റർ ആക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതിനോർത്ത് നീ പേടിക്കേണ്ട, അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം. വസുന്ധരയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ ഒരാളെ പരിചയമുണ്ട്, അറുമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അത് വേണ്ട പോലെ ഡീൽ ചെയ്തോളും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട, നീ ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഒപ്പിടിച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഏറ്റു. പിന്നെ 2 ഒരു സ്വത്തും ഇല്ലാണ്ട് പെരുവഴിയിൽ നിൽക്കണം, അത് ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഗൗതമ നിധി ഇതൊന്നും അറിയാണ്ട് ഈ സന്തോഷത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിർമ്മലമ്മ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു കൊടുക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇത്രയും വലിയ പ്രൊജക്റ്റൊക്കെ ഉള്ളതല്ലേ, എത്രയോ പ്രൊജക്റ്റുകൾ ചെയ്യണത് ഗൗതം, എന്നിട്ട് അപ്പോൾ അതിലൊരു ഒരു ഫ്ലാറ്റ് നിർമ്മലമ്മയ്ക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിർമ്മലമ്മ പറയണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. വേണമ്മേ, ഞാൻ എത്രയോ പ്രൊജക്റ്റുകൾ കാര്യങ്ങളും ചെയ്യണതാണ്, എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ മാത്രം ഒരു വീടില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ അതിൽ ഒരു ഫ്ലാറ്റ് അമ്മയ്ക്ക് തന്നെ തരുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷത്തിനിടയ്ക്ക് ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ചതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.